അസ്സലാമലൈക്കും. ഇന്ന് എളുപ്പത്തിൽ വൈകുന്നേര ചായക്കടിക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പം ട്ടാ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചരിപ്പൊടിയില്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അരി പൊടിപ്പിച്ച പൊടിയില്ലേ, അതായാലും ഏതായാലും കുഴപ്പമില്ല. അത് 1 കപ്പാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് തരിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ 1/4 കപ്പിൻ്റെ മുകളിലേക്ക് 1 കപ്പിൻ്റെ കണക്കിന് ആവാനുള്ള റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു അരിൻ്റെ ഒക്കെ ഒരു തരി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് തരി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ മൈദയും അരിപ്പൊടി മാത്രം മതി. അപ്പോൾ ഇനി അത് രണ്ടും പാടി ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തുക്കണം കേട്ടോ. തീ തിളച്ച പാടന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ചൂട് കൊടുക്കാൻ നമ്മൾ അരി അരക്കുകയാണെങ്കിലും ഈ ഒരു ലെവലിൽ തന്നെയല്ലേ നമ്മൾ കുയ്യപ്പത്തിലേക്ക് അരി അരക്കുമ്പോൾ ചൂടോടുക്ക് ഒഴിച്ച് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ ഈ ചൂടോടുക്കെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കച്ചറൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ശർക്കര ആകുമ്പോൾ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ചൂടോടുക്ക് തന്നെ വേഗം ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചൂടാറാൻ കാത്തിക്കേ അല്ലെങ്കിൽ പൊടി കട്ട പൊടിക്കുക, അതുകൊണ്ടാണ് ആ വേഗം ഇതൊന്ന് ഇളക്കി കൊടുക്കും വേണം. അപ്പോൾ ശർക്കരേൻ്റെ വെള്ളം ഇത്ര ഇതിലേക്ക് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ ഇതിലേക്ക് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചുടുവെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് ഒന്ന് പാകമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും പാടി കട്ടിയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും പാടിക്കൊരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടി ആയി വരരുത് കേട്ടോ മാവ്. ഈ രൂപത്തിൽ ഒക്കെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇതിനേക്കായി ലൂസാവും ചെയ്യരുത്. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം. അതുപോലെ കുറച്ച് അപ്പസോഡയും 1 നുള്ള് അപ്പസോഡ ഇട്ട് കൊടുത്തിക്കണം. ഇനി 1/4 ടീസ്പൂണോളം കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് തൂമിച്ച് ഒഴിച്ച് ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിത് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതും ഒന്ന് മൂത്ത് വന്നിട്ട് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അതുപോലെ ഇതിലേക്കൊരു 4 ഏലക്കായി ഒന്ന് ചതച്ചിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ 1/2 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ റവൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ചുട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു, ഉണ്ണിയപ്പച്ചട്ടി. അപ്പോൾ ഇതിലേക്ക് കുറച്ചും പാടിയൊക്കെ ഒന്ന് കട്ടി കൂടിക്കണം. ആ റവൊക്കെ ഒന്നും പാടി പൊതിർന്ന് വന്നിട്ടേ ആ മാവ് ഒന്ന് കട്ടി കൂടിയിരിക്കും. അപ്പോൾ അതിലേക്ക് 1 ലേശം പാടിയൊക്കെ ഒന്ന് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ മാവ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഒഴിക്കരുത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. ഈ രൂപത്തിൽ ഒന്നാക്കിയെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിരിക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ മാവ് ഇങ്ങനെ കുഴിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അരി അരക്കാനും ആ വക റിസ്ക് ഒന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേര ചായക്കടിക്കൊക്കെ. ഇനി അതുപോലെ ആരെങ്കിലും വരികയാണെങ്കിലൊക്കെ നമുക്ക് എളുപ്പത്തിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിൽ ചെറിയ ഉള്ളിയും മറ്റേ തേങ്ങയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണ കാരണേ ഒരു പ്രത്യേക ടേസ്റ്റും അതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു ഭാഗം മൂത്ത് വന്നപ്പോൾ ഇതൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 ഭാഗമൊക്കെ മൂത്ത് വന്നിക്കണേ. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി അതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.